ആവറേജ് എക്സ്പീരിയൻസ് ആണ് പടം. സെക്കൻഡ് ഹാഫ് ഒരു ലാർജ് ക്യാൻവാസിലോട്ട് വന്നിട്ട് അങ്ങോട്ടേക്ക് എലിവേറ്റ് ആവുന്നില്ല, നമുക്ക് അങ്ങോട്ട് കണക്ട് ആവുന്നില്ല, നല്ലൊരു ഗൂസ് ബംപ് മൊമെന്റ്സ് ഒന്നും സിനിമയിൽ കിട്ടുന്നില്ല. ബഡ്ജറ്റ് എല്ലാം കാണാനുണ്ട്, BGM എല്ലാം അടിപൊളിയാണ്. ഒരു സർപ്രൈസ് ക്യാമിയോ ഉണ്ട്, ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ക്യാമിയോ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു. ഒരു മൊത്തത്തിലൊരു ആവറേജ് അനുഭവം. സെറ്റിംഗ് അപ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു. നമ്മുടെ കുറേ പഴയ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും ഒക്കെ ആൾക്കാരും ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. ബിൽഡപ്പ് ഒക്കെ നല്ല രസമാണ്, പക്ഷേ ആ ഒരു എൻഡ് പ്രോഡക്റ്റ് ഡയലോഗ്സ് മോശമാണ്. എഡിറ്റ് ചെയ്തിട്ട് ഡയലോഗ്സ് കണക്ട് ചെയ്യുമ്പോൾ എനിക്കൊന്ന് അത് നല്ല രീതിയിൽ ഗൂസ് ബംപ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുണ്ട്, ഈ ജനഗണമന പോലെയൊക്കെ. പക്ഷേ അതങ്ങോട്ട് വന്നില്ല, നമുക്ക് അങ്ങോട്ട് ആ ഒരു ഇത് കിട്ടുന്നില്ല. അത് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. BGM നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഈ ടെംപ്ലേറ്റ്, ഈ ഒരു റയോട്ടിന്റെ ടെംപ്ലേറ്റ് എല്ലാം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള രീതിയിലാണ്. ഒരു പുതുമയില്ല ആ ഒരു ടെംപ്ലേറ്റിന്. എന്തോ ക്യാമിയോ അടിപൊളിയാണ്. ക്യാമിയോ അത് സ്പോയിലർ ആവുകൊണ്ട് പറയാൻ പാടില്ല. ആ ക്യാമിയോ അടിപൊളിയാണ്, നെഗറ്റീവ് ഷെയ്ഡാണ്, പക്ഷേ അതൊരു ഇമ്പാക്റ്റ് ക്യാമിയോ ആണ്. ടൊവിനോയുടെ പെർഫോമൻസ് എല്ലാം കൊള്ളാം. ടൊവിനോ പെർഫോമൻസ് വൈസ് ആരും നിരാശപ്പെടുത്തിയൊന്നുമില്ല, എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ സൈഡ് ആ ഒരു ജനഗണമന പോലെ ഒരു ഗൂസ് ബംപ് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തില്ല. ഈ അതിൻ്റെ എഡിറ്റും കട്ടും ഒക്കെ നമ്മൾ ജനഗണമനയിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളിലേക്ക് ക്യാരക്ടേഴ്സ് വീണിട്ടില്ല. ക്യാരക്ടേഴ്സിന് വേണ്ടി നമുക്കൊരു ഇത് വരുന്നില്ല, ഒരു ഇമോഷൻ വരുന്നില്ല. അതാണ് സിനിമയുടെ ഒരു ഡ്രോബാക്ക്. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. അടിപൊളി കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. വലിയ മെച്ചമല്ല, കാണാൻ പോകും അത്ര തന്നെ. കേട്ടില്ല. ഒരുവിധം എല്ലാം ആവറേജ് എന്നുള്ള രീതിയിലേ പോകുള്ളൂ, അത്രേ ഉള്ളൂ. നല്ല വർക്കെന്നല്ല, ഒരു സാധാ ഒരു പടം വരും. പടം പൊളിയായിരുന്നു, അടിപൊളി പടം. ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടൊവിനോട് അഭിനയം കിടിഞ്ഞ അഭിനയം, അടിപ്പാണ്, സെറ്റ് അഭിനയായിരുന്നു, അടിപൊളി. പടം കൊള്ളാം, അടിപൊളി സെറ്റ് പടം. കാരണം ഭയങ്കര സ്പീഡായി പോയി, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നം. നല്ല പടം, കണ്ടിരിക്കാൻ കൊള്ളാം, നല്ലതാണ്. അടിപൊളി പടം, കിടുക്കിയിട്ടുണ്ട്, മസ്റ്റ് വാച്ച് പടമാണ് കേട്ടത്. അടിപൊളി. അതിലൊരു ക്യാമിയോ ഉണ്ട്, ക്യാമിയോനെ തകർത്തത് ടൊവിനോ കാട്ടും ഇഷ്ടപ്പെട്ട ക്യാമിയോ വന്നതാണ്. എല്ലാത്തിലും കിടുക്കിയിട്ടുണ്ട് പടം. എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക, മസ്റ്റ് വാച്ചാണ് തിയേറ്ററിൽ. കിടുക്കിയിട്ടുണ്ട്, സൂപ്പർ. സിനിമ അടിപൊളിയായിരുന്നു. പള്ളിച്ചട്ടമ്പിയുടെ ആ ഒരു ചട്ടമ്പിത്തര ഫുള്ളുണ്ട്. എന്താ പറയുക, മേക്കിംഗ് കൊണ്ട് അടിപൊളിയാക്കി. ഒരു സ്റ്റോറി വൈസ് പഴയ കാലഘട്ടത്തിൻ്റെ ഒരു ലാൻഡിന് വേണ്ടി ഫൈറ്റും ആ ഒരു റവല്യൂഷണറി കഥ തന്നെയാണ്. പക്ഷേ ടൊവിനോ ഫയർ ഒന്നും പറയാനില്ല. ടൊവിനോ ഫാൻ, ലിറ്ററലി ടൊവിനോ ഫാനാണ്. ടൊവിനോ ഫാൻ ആയിട്ട് മാത്രമല്ല, പുള്ളി അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഔട്ട്പുട്ട് ഫുള്ള് ഫിലിം ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. ക്യാമിയോ വിഷയം സീൻ. പടം കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ഒരു ടൊവിനോയൊക്കെ നന്നായിട്ടൊക്കെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ജേക്സ് ബിജോയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, BGM എല്ലാം കുഴപ്പമില്ല. പിന്നെ പടം ഈ പഴയകാല ചരിത്രം വിമോചന സമരവുമായി ബന്ധപ്പെട്ടുള്ള കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയുമായി ബന്ധപ്പെടുത്തിയാണ് രാഷ്ട്രീയം പറയുന്നുണ്ട്. അത് ഓരോ ആൾക്കാർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയം പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ അതൊരു മൂവിയുടെ രൂപത്തിൽ കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് ആളുകൾക്ക് രസിക്കത്തക്ക രീതിയിൽ ആ പടം അവരത് ചെയ്തിട്ടുണ്ട്. ആരെയും ഒരു പാർട്ടി അങ്ങനെ എടുത്തു പറയാതെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന, അത് പഴയ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. വിമോചന സമരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു കഥ അവരങ്ങനെ ഉണ്ടാക്കിയെടുത്ത രീതിയായിട്ടാണ്. കുഴപ്പമില്ല, ക്യാമറ വർക്കൊക്കെ കൊള്ളാം. പിന്നെ ജോസ് ആൻ്റണി നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളുടെ മറ്റ് ജനഗണമന എടുത്താലും ക്യൂവിൻ എടുത്താലും ആ പടം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടെയൊക്കെ ഫാർ ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് പുള്ളിക്കാരൻ. പിന്നെ ക്യാമിയോ കൊള്ളാം, ക്യാമിയോ നന്നായിട്ടുണ്ട്. അവസാനം നായകനും പ്രതിനായകനും കോട്ടം വരാത്ത രീതിയിലാണ് ആ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. കുഴപ്പമില്ല, ബെറ്റർ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ശ്രമിച്ചതിനുള്ള ഫലം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പടം എത്രത്തോളം പോകുമെന്നുള്ളത്, കാരണം എല്ലാ ആൾക്കാർക്കും പലതരത്തിലുള്ള ആളുകളാണല്ലോ, അവർക്ക് ആ സിനിമ ഇഷ്ടപ്പെടണം. പ്രത്യേകിച്ച് പീരിയോഡിക്കൽ മൂവിയാണ്.
ഇന്നത്തെ കാലത്ത് നടക്കുന്ന കഥയല്ല. 1935 മുതൽ 46 കാലഘട്ടങ്ങളിൽ നടക്കുന്ന വിമോചന സമരവുമായി ബന്ധപ്പെടുത്തിയുള്ള കഥയാണ്. അപ്പോൾ അത് എത്രത്തോളം ആൾക്കാരിൽ എത്തപ്പെടും എന്നുള്ളത് കണ്ടറിയാം എന്നുള്ളതാണ്. എന്തായാലും വൺ ടൈം വാച്ചബിൾ ആണ്. വിഷു നിൽക്കും, തീർച്ചയായിട്ടും നിൽക്കും. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ സിനിമ ഇല്ലല്ലോ. ഇതിൻ്റെ ഒരു 2 ആഴ്ച സുഖമായിട്ട് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും. എന്തായാലും ടൊവിനോ സൂപ്പർ. തൂക്കി തൂഫാൻ അടിച്ചടാ. 6 വർഷത്തെ വെയിറ്റ്, സോ മച്ച് വർത്ത് വാച്ച്. നല്ല ഒരു ഒടുക്കത്തെ ഒരു ക്യാമിയുണ്ട്. പക്ക KGF സ്റ്റൈലിലാണ് ക്ലൈമാക്സ് ഒക്കെ പോകുന്നത്. തുടക്കത്തിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു കൈൻഡ് ഓഫ് പ്രൊപ്പഗണ്ട മൂഡിലൊക്കെയാണ് പോയത്. കയ്യിൽ നിന്ന് പോകുന്നൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് പ്യോർ KGF സ്റ്റൈല്, എക്സാക്റ്റ് ഹെവി മേക്കിംഗ് ആൻഡ് ടെക്നിക്കൽ സൈഡൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ചില ഷോർട്സും കാര്യങ്ങളൊക്കെ എക്സ്ട്രീം ബ്രില്യൻ്റ് ആണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ കുറേ ഉണ്ട് ആൻഡ് ഒരു ക്യാമിയോ ഉണ്ട്. അതെന്തായാലും ഇപ്പം റിവീലാവും. പക്ഷെ എടുത്താ ഇങ്ങനെ എടുക്കണം. വേറെ ലെവല് മസ്റ്റ് വാച്ചാണ്. എന്തായാലും വാഴയുടെ ഒരു പുഷ് എന്തായാലും ഒന്ന് താന്ന സ്ഥിതിക്ക് മോഹിനിയാട്ടത്തിന് കൂടെ ചെറിയൊരു ബാധിക്കുന്ന ഒരു തരത്തിലാണ് പോക്ക്. ഇൻഡസ്ട്രി അടിക്കാൻ നല്ല ചാൻസ് ഉള്ള പടം. ഇല്ല, എല്ലാ പാർട്ടിയെ കുറിച്ചും ചെറുതായിട്ട് കുത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും അവർ ഉദ്ദേശിക്കുന്ന ഒരു തീം വേറെയാണെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് പോലെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അതങ്ങനെ അല്ല എന്നുള്ളത് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ മനസ്സിലാവും. കാരണം ബേസിക്കലി എല്ലാ രാഷ്ട്രീയത്തിൻ്റെയും എൻഡ് അല്ലെങ്കിൽ പ്രധാന ശത്രു എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല സ്ക്രിപ്റ്റിങ്. ടൊവിനോയുടെ മാത്രമല്ല, ടൊവിനോയുടെ മാത്രം KGF അല്ല, പ്യുവർ KGF ആണ്. പക്ഷെ ടൊവിനോയുടെ മാത്രമല്ല. പടം വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു ആവറേജ് ഫീലൊക്കെയാണ് ഉള്ളത്. ഫസ്റ്റ് ഹാഫ് വൈസ് നോക്കുമ്പോഴേക്കും സെക്കൻഡ് ഹാഫാണ് അല്പം കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കയാതു ലോവറൊക്കെ സൂപ്പറാണ്. അവിടെ കോമ്പോയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കാട്ടുചമ്പക്കം പാട്ടുമൊക്കെ നമുക്ക് നല്ല ഫീലൊക്കെ ആയിട്ട് കൊണ്ടുവന്ന്. എന്നിരുന്നാൽ പോലും ഒരു ഭയങ്കരമായി മിസ്സിംഗ് ഒക്കെ വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. ടൊവിനോക്ക് ഒരു ആക്ടിങ്ങും കാര്യങ്ങളെല്ലാം പക്കയാണ്. പക്ഷേ ഡിജോ നേരത്തെ ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ എത്രയോ ബെറ്റർ കിടിലം പടമാണ്. അല്ലാതെ നോർമലായിട്ട് നോക്കുമ്പോഴത്തേക്കും ജനഗണമന തന്നെയാണ് ടോപ്പ്. അല്ലാതെ നോക്കുമ്പോഴത്തേക്കും ഒരു ആവറേജ് റേഞ്ചേ ഉള്ളൂ. ഭയങ്കരമായ സംഭവം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ക്യാമയൊക്കെ ഓക്കെയാണ്. പക്ഷേ നമുക്കൊരു ഹൈ കിട്ടിയിട്ടൊന്നുമില്ല ക്യാമയിൽ. കാരണം സാധാരണ നോർമലായിട്ട് പറഞ്ഞ രീതിയിൽ ആ പടത്തിലുള്ള ബിൽഡപ്പ് അതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നില്ല. അവിടെ ക്യാമിയെ പറ്റി എടുത്തു പറയാൻ മാത്രമുള്ള സംഭവങ്ങളൊന്നുമില്ല. ഈ പടത്തിന് ഉള്ള രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഭയങ്കരമായൊരു വില്ലനെയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ അതൊന്നും നമുക്ക് ഫീൽ ആവണില്ല. നമുക്ക് കാണുമ്പോൾ ഫീൽ ആവണമല്ലോ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് പടം, ഒരു ഒറ്റ തവണ കണ്ട് മറക്കാനുള്ളൊരു പടം, അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.